റോജായ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് വി ഡി സതീശൻ GK കാർത്തികേയന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. വളരെ വൈകാരികമായിരുന്നു സതീശന്റെ അവിടുത്തെ ഒരു കൂടിക്കാഴ്ച. ഇത്രത്തോളം സതീശനെ വൈകാരികമായി പ്രതികരിക്കാനുണ്ടായ കാരണം എന്താണ് കാർത്തികേയന്റെ വീട്ടിലെത്തിയപ്പോൾ? പിന്നെ എന്നോട് പലപ്പോഴും സതീശൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്നെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും ഒരു അനിയനെ പോലെ ഒക്കെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തത് കാർത്തികേയനാണെന്ന് പലപ്പോഴും പറഞ്ഞു. കാരണം കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകളൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സതീശൻ പതുക്കെ പടിപടിയായിട്ട് ഉയർന്നു വരികയൊക്കെ ചെയ്ത്. പക്ഷേ സതീശൻ ആ സമയത്ത് KSUവിൻ്റെ പ്രസിഡന്റ് ആവുന്നുണ്ടായിരുന്നു. അത് തട്ടിത്തെറിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ യൂത്ത് കോൺഗ്രസിൽ കിട്ടേണ്ടതായിരുന്നു. ഇതൊക്കെ തട്ടിത്തെറിപ്പിച്ചു. അപ്പോഴൊക്കെ സതീശനെ ഒരു ബലം കൊടുത്ത് പിടിച്ചു നിർത്തിയിരുന്നത് കാർത്തികേയനായിരുന്നു. അപ്പോൾ കാർത്തികേയൻ അന്ന് പിന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. പിന്നീട് അദ്ദേഹം ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയൊക്കെ ആവുകയൊക്കെ ചെയ്തു. ആ സമയത്തൊക്കെ സതീശന് ഭയങ്കരമായ ഒരു സപ്പോർട്ട് കാർത്തികേയനുണ്ട്. കാർത്തികേയൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ കാർത്തികേയൻ കൂടെ നിൽക്കുന്നവരെ വലിയ തോതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത. അപ്പം അങ്ങനെ കാർത്തികേയന് വലിയൊരു ഗുണമുണ്ടായിരുന്നു. കാർത്തികേയൻ പലരെയും മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. കാർത്തികേയനോട് പിന്നെ ഈ കൂടെ നിൽക്കുന്നവരെ സഹായിക്കുക, അവരെ കരുതുക, അതൊക്കെ ചെയ്യുന്നത് കാർത്തികേയന് വലിയൊരു ഗുണമുള്ള ഒരാളാണ്. എനിക്ക് തന്നെ അത് ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കരമായ ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായി വരുന്ന സമയത്തൊക്കെ നമുക്ക് വലിയൊരു പിന്തുണ തന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സതീശൻ 96-ൽ സതീശൻ NSUയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് സതീശന് അവിടെ പറവൂരിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നത്. അന്ന് കാർത്തികേയൻ പിന്നെ ആന്റണി മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായി കഴിഞ്ഞ് നിൽക്കുന്ന ആ സമയത്താണ്, പുതിയ ഇലക്ഷൻ വരുന്ന സമയത്താണ് സതീശന് സീറ്റ് കൊടുക്കുന്നത്. പക്ഷേ സതീശന് 1100 വോട്ടിനാണ് ആദ്യ മത്സരത്തിൽ P. രാജുവിനോട് തോറ്റുപോകുന്നത്. അല്ല, അത് CPIയുടെ ഒരു കോട്ടയായിട്ടാണ് അറിയപ്പെട്ടത്. പക്ഷെ ആ ഒരു ഡിഫറൻസിനെ മറികടക്കുക സതീശൻ പിന്നെ സതീശൻ ആ സമയത്ത് ഹൈക്കോടതിയിലായിരുന്നു പ്രാക്ടീസ്. സതീശൻ പതുക്കെ പ്രാക്ടീസോടെ പറവൂർ കോടതിയിലേക്ക് മാറ്റുന്നു. സതീശൻ 5 വർഷവും അവിടെ തന്നെ വളരെ സജീവമായി നിൽക്കുന്നത്. ആദ്യകാലത്ത് സതീശൻ അവിടെ ചെന്ന സമയത്ത് കോൺഗ്രസ്സുകാരുടെ തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നു എന്നുള്ള ഒരു വലിയ എതിർപ്പൊക്കെ ഉണ്ട്. പക്ഷേ സതീശൻ 5 കൊല്ലം 96 മുതൽ 2001 വരെ സതീശൻ അവിടെ നിന്ന് പയറ്റിയാണ് സതീശൻ അവിടെ നിന്നത്. അപ്പം ജനങ്ങളുടെ വലിയ സ്വാധീനമുണ്ടായി. പക്ഷേ 2001 സീറ്റ് നിർണയ ചർച്ചകൾ വരുന്നതിന് മുമ്പ് തന്നെ സതീശന് വേണ്ടി കാർത്തികേയൻ ഒരേ സമയം തന്നെ ലീഡർ കരുണാകരൻ്റെ അടുത്തും ആന്റണിയുടെ അടുത്തും പറഞ്ഞ് സതീശനാണ് അവിടുത്തെ സാധ്യതയെന്നും സതീശൻ്റെ ഒരു സാധ്യതകൾ വിനിയോഗിക്കണം, സതീശന് വേണ്ടി പോരാടിയാണ് ആ രണ്ടാമത് സീറ്റ്. അന്ന് പലരും അവിടുത്തെ സീറ്റ് നോക്കിയിരുന്നവരാണ്. പക്ഷേ സതീശന് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുത്ത് കൊടുക്കാൻ കാർത്തികേയൻ വലിയ തോതിൽ സഹായിച്ചു. കാർത്തികേയൻ്റെ ഒരു തണലിലാണ് പിന്നീട് സതീശൻ്റെ ഉയർച്ചകളെല്ലാം ഉണ്ടായതും. പിന്നെ കാർത്തികേയൻ്റെ ഏറ്റവും വലിയ ഗുണം കോൺഗ്രസിനകത്തെ വളർന്നു വന്ന യുവ നേതാക്കന്മാരിൽ ഏറ്റവും നല്ലതായിട്ട് പുസ്തക വായനയും പ്രസംഗവും സാംസ്കാരിക ലോകവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു കാർത്തികേയൻ. അപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ പിന്നെ സതീശനും കിട്ടിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായി സതീശൻ കാർത്തികേയന്റെ വീടുമായിട്ട് തന്നെ വലിയ തോതിലൊരു ബന്ധമുണ്ട്. സുലേഖ ടീച്ചറുമായിട്ട് നിത്യേനെ കാണുകയും ഇവിടെ KPCCയിൽ വരുമ്പോൾ അവിടെ വീട്ടിൽ പോയിരിക്കുകയും അവരുമായിട്ട് ആ ഒരു ബന്ധമുണ്ട്. ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ 2 ആൺമക്കളാണ്, പക്ഷെ അതിനു മേലുള്ള മൂത്ത മകനാണ് സതീശൻ. അപ്പൊ കാരണം ആ ഒരു മകനോടുള്ള ഒരു സ്നേഹം കാർത്തികേയൻ എല്ലാ അർത്ഥത്തിലും സതീശന് കൊടുത്തിട്ടുണ്ട്. സതീശനും അങ്ങനെ തന്നെയായിരുന്നു. ആ കുടുംബത്തോട് സതീശന് അത്ര വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ടാണല്ലോ സതീശൻ ഇന്നവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് കാർത്തികേയന്റെ വീട്ടിൽ പോയത്, കാർത്തികേയന്റെ പണം കണ്ടപ്പോഴത്തേക്ക് കരഞ്ഞു പോവുകയൊക്കെ ചെയ്തത്. കാരണം അതൊരു കൃത്രിമമായിട്ടുള്ള ഒന്നുമല്ല. സതീശന്റെ ചില കാര്യങ്ങൾ ഭയങ്കരമായ ഒരു വികാര ജീവിയാണ്. ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ, എൻ്റെ ആകാശദൂത് കണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അത് കൂട്ടുകാരോടൊപ്പം. അത് സതീശന് ബേസിക്കലി ഒരു ഭയങ്കര ഹൃദയ നൈർമല്യമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ ഒരാൾക്ക് കരയാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പിന്നെ മരിച്ച വീട്ടിലേക്കാണ് അദ്ദേഹം ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ നേതാവായിരുന്നു, ഗുരുവായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ കരുതുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് സ്വാഭാവികമായ ആ ഒരു വൈകാരിക നിമിഷത്തിലാണ് നമ്മളത് കണ്ടത്, വീഡിയോയിൽ അല്ലെ TV കണ്ടത്.
അപ്പം സതീശന് ആ കുടുംബത്തോട് വലിയ തോതിലുള്ളൊരു സ്നേഹവും കടപ്പാടും ഉണ്ട്. അതാണ് സുലേഖ ടീച്ചറും പറഞ്ഞത്. ഞങ്ങളുടെ രണ്ടാമക്കളുള്ളതിൽ മൂത്ത മകനായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ബന്ധം എനിക്ക് തോന്നുന്നത് ഈ കിട്ടേണ്ട പല സ്ഥാനങ്ങളും ഒരു പിടിയകലത്തിൽ നിന്ന് പോകുമ്പോഴും കാർത്തികേയനായെന്നും തോന്നുന്നു കോൺഗ്രസിൽ തന്നെ ഉറച്ച് ഈ ഒരു നിർത്താൻ വേണ്ടിയിട്ടൊക്കെ നിന്നത്. ഇല്ലെങ്കിൽ വളരെ മുന്നേ തന്നെ ഒരു മന്ത്രി 2011 കാർത്തികേയന് 2011 സതീശന് മന്ത്രിയാകുമെന്ന് നാട്ടുകാരെല്ലാം വിശ്വസിച്ചെന്ന സതീശനും വിശ്വസിച്ച സതീശന് മന്ത്രിയാകാനുള്ള ക്ഷണവും ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് പ്രതിപക്ഷത്ത് അതിന് തൊട്ടുമുമ്പുള്ള സർക്കാരിന് മുൻനിരയിൽ നിർത്തിയ ഒരു പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് ആ കാര്യത്തിൽ വലിയ വിശ്വാസവും കടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനകത്തെ പതിവ് രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമായിട്ട് അന്ന് ശിവകുമാറിന് പിന്നെ സതീശനെ വെട്ടിയിട്ടാണ് CN ബാലകൃഷ്ണനും ശിവകുമാറിന് സീറ്റ് കൊടുക്കാൻ തരുന്നത്. അപ്പം നായന്മാരുടെ എണ്ണം കൂടിപ്പോയി എന്ന് പറഞ്ഞാണ് സതീശനെ ഒഴിവാക്കിയത്. പക്ഷേ എന്നിട്ട് സതീശന് ഓഫർ ഉണ്ടായിരുന്നത് എന്തായിരുന്നു അറിയാമോ? കാർത്തികേയൻ അന്ന് മന്ത്രിസഭയില്ല, കാർത്തികേയനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സതീശനോട് പറഞ്ഞു നിങ്ങൾ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ എവിടാ തൻ്റെ സ്വന്തം ഗുരുവിനെ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് പിന്നെ സതീശൻ കാണുന്ന കാർത്തികേയനെ വെട്ടിയിട്ട് ആ സ്ഥാനം ഏറ്റെടുക്കുക. കോൺഗ്രസിലെ നേതാക്കന്മാർ അത്തരം കാര്യങ്ങൾക്ക് വീരന്മാരാണ്. ഒരുത്തനെ ചാരി മറ്റവനെ വെട്ടാൻ കിട്ടുന്ന ചാൻസ് ഉപയോഗിക്കാനായിരുന്നു. പക്ഷേ പിന്നെ നിലപാടുകളും സത്യസന്ധതയുള്ള സതീശൻ പറഞ്ഞ് എനിക്ക് കാർത്തികേയനെ വെട്ടിയിട്ട് എനിക്ക് സീറ്റ് വേണ്ട, അത് അദ്ദേഹത്തിന് തന്നെ അർഹതപ്പെട്ടത്, അത് അദ്ദേഹത്തിന് കൊടുത്താൽ മതി എന്ന് സതീശൻ വളരെ ശക്തമായൊരു നിലപാടെടുത്തു. സതീശൻ പറഞ്ഞ എനിക്ക് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരിക്കുന്ന ഒരു സ്ഥാനം, ഒന്നാമതേ കാർത്തികേയന് മന്ത്രിയാകണ്ടായിരുന്നു, മന്ത്രിസ്ഥാനം കൊടുക്കാതാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് തള്ളിവിട്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുള്ള ഒരു സ്ഥാനവും എനിക്ക് വേണ്ട. കാരണം അതാണ് സതീശൻ്റെ നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിന്ന ഒരാളാണ്. അപ്പം സതീശൻ കാർത്തികേയൻ മരിക്കുന്നിടം വരെ കാർത്തികേയൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും ഏറ്റവും അടുത്ത സ്നേഹിതനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കണ്ടതല്ലേ, സുലേഖ ടീച്ചറിന് കാർത്തികേയനോട് സതീശനോടുള്ള സ്നേഹം, ബഹുമാനം, അതൊക്കെ നമ്മൾ കണ്ടത്. ടീച്ചർ പറയുന്നുണ്ട് കാർത്തികേയൻ GK നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വലിയ ഉയരങ്ങളിൽ എത്തേണ്ട ഒരു ചെറുപ്പക്കാരനാണെന്ന്. അതുപോലെ ഇപ്പൊ മുഖ്യമന്ത്രി വരെ എത്തില്ലേ, ഇനി ഉയരുമെന്നാ പറയുന്നത്. അവർക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ആ കുടുംബം സുലേഖ ടീച്ചർ പറഞ്ഞത് തന്നെ. കാർത്തികേയന്റെ ഒരു പ്രവചനാത്മകമായ ഒരു ഇതായിരുന്നല്ലോ സതീശനെ കുറിച്ച് നിരീക്ഷണം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞ സതീശന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരെയൊക്കെ നിര്യാണം അല്ലെങ്കിൽ അവരുടെ പിന്നെ സന്തോഷം, അതിലൊക്കെ സന്തോഷിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യൻ. ഞാൻ നേരിൽ കണ്ട ഒരു കാര്യമുണ്ട്. ഈ മാതൃഭൂമി ചാനലിലെ ഈ കോവിഡ് കാലത്ത് വിപിൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ പറവൂർ സ്വദേശിയായ വിപിന് കോവിഡ് വന്ന് മരിച്ചുപോയി. സതീശന് അവിടെ പറവൂരിൽ ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ സതീശൻ പൊട്ടി കരയുന്ന നമ്മൾ പത്ര ചാനലുകളിൽ കണ്ടതാണ്. അതാണ് സതീശൻ അങ്ങനെ വൈകാരികമായിട്ടാണ് ചില കാര്യങ്ങളെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളൊക്കെ നിലനിർത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ല അതൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട്, നല്ല മനുഷ്യനായതുകൊണ്ടാണ് കരയാൻ കഴിയുന്നത്. അതൊരു നല്ല കാര്യം. രാഷ്ട്രീയ നേതാവിന് അങ്ങനെയൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്ന് തന്നെ വലിയൊരു കാര്യമാണ്.